പ്രഭാതവന്ദനങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 65-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തന്നെത്താൻ അനുഗ്രഹിക്കുക. നമ്മുടെ മേൽ നമ്മൾക്കുള്ള അധികാരത്തിൽ അത്രയും വേറെ ആർക്കുണ്ട് അധികാരം? അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നു മുതൽ നമ്മളെ തന്നെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുക. സദൃശവാക്യങ്ങൾ 18:21 ഇപ്രകാരമുണ്ട്: ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൻ്റെ ഫലം ഇഷ്ടപ്പെടുന്നവൻ അത് അനുഭവിക്കും. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ പറയുവാനും പ്രാർത്ഥിക്കാനും പോവുകയാണ്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കെതിരാണെങ്കിലും ആ ഒരു സാഹചര്യം നമ്മൾ പറയാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കാണുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്നവരായി മാറുക. കർത്താവിനോട് അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുവാൻ ഉള്ള ഒരു കൃപ, ഞങ്ങളുടെ അവസ്ഥ നോക്കാതെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ അങ്ങ് പകരുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.